ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് +2 ഫിസിക്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. 1ാമത്തെ ചാപ്റ്റർ ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്സ്. 2ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. 3ാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റി. 4ാമത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. 7ാമത്തെ ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറന്റ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ 2ാമത്തെ ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. വന്ന വഴികൾ മറക്കാതിരിക്കുക. ഓരോ ചാപ്റ്ററും മറ്റൊരു ചാപ്റ്ററിനോട് ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ അറിഞ്ഞാലേ നമ്മൾ ഈ ചാപ്റ്ററിലേക്കും വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പരമാവധി ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സാമിനേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അരമണിക്കൂർ തികച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 3 മാർക്ക് നമ്മളുടെ സ്വന്തമാക്കി നമ്മളുടെ ബക്കറ്റിലേക്കാം. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട സയന്റിസ്റ്റിന്റെ പേര് മാക്സ്വെൽ ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഴയ കാലങ്ങൾ ഒന്നും കൂടി ഓർമ്മിക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം, മൈക്കൽ ഫാരഡേ പറഞ്ഞ പ്രകാരം നമുക്കറിയാം, when there is a changing electric field, when there is a changing magnetic field, an induced EMF and a current is produced. എവിടെയെങ്കിലും ഒരു ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ കറന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ EMF ഉണ്ടാവും. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും, EMFനെ പ്രൊഡ്യൂസ് ചെയ്യും, കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞതായിരുന്നു ഫാരഡേയുടെ ലോസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ അതിന്റെ മുമ്പത്തെ ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ബയോട്ട്-സവാർട്സ് ലോ, ഒന്നുകൂടി നന്നാക്കി ആംബിയർ സർക്യൂട്ടൽ തിയറത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? മൂവിംഗ് ചാർജ് ഉണ്ടെങ്കിൽ, കറന്റ് ഉണ്ടെങ്കിൽ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എ മൂവിംഗ് ചാർജ്, ദാറ്റ് ഈസ് എ സ്റ്റഡി കറന്റ്, ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞത് ഫാരഡേയുടെ എക്സ്പെരിമെന്റ് പറഞ്ഞെന്തായിരുന്നു? എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് an electric field or induced EMF or current. ഇത് രണ്ടും കൂടി ചേർക്കുന്ന ഡ്യൂട്ടിയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ചെയ്തത്. മാക്സ്വെല്ലിന്റെ അഭിപ്രായത്തിൽ എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ ഇലക്ട്രിക് ഫീൽഡ്. സോ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേഷൻ perpendicular to both electric and magnetic field. This propagation of that disturbance consisting of time varying electric field and time varying magnetic field is called electromagnetic wave. ഇതാണ് മാക്സ്വെല്ലിന്റെ സിദ്ധാന്തം. എന്താ പറഞ്ഞത്? സമയം മാറുമ്പോൾ മാറുന്ന ഇലക്ട്രിക് ഫീൽഡും സമയം മാറുമ്പോൾ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡും പരസ്പര കാരണങ്ങളായി മാറി ഒരു ഡിസ്റ്റർബൻസ് ഇവര് രണ്ടാൾക്കാർക്കും പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗം. സോ 1ാമത്തെ പോയിന്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ വാചകമാണ്. ടൈം വാരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ടൈം വാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് കാരണങ്ങളായി മാറി അവരുടെ ഒരു ഡിസ്റ്റർബൻസ് ഈ രണ്ടാൾക്കാർക്കും പെർപെൻഡിക്കുലറായി പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ദിസ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി ഓഫ് മാക്സ്വെൽ. ഇത് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈസ്റ്റഡിന്റെ അല്ലെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം പ്രകാരം ഒരു കോൺസ്റ്റന്റ് കറന്റ് ഉണ്ടാക്കുന്നതാണ് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്. കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഇത് ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കുള്ളൂ. അതായത് അതേ സമയത്ത് മൈക്കൽ ഫാരഡേ പറഞ്ഞത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമെന്ന ഫാരഡേയുടെ നിയമത്തിനും
തിരിച്ച് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു വ്യത്യാസം വന്നു. അവിടെ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കോൺസ്റ്റന്റ് കറന്റ് ആണ് മൂവിംഗ് ചാർജ് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിലും ആംബിയേഴ്സ് തിയറത്തിലും വന്നത്. അപ്പൊ ആംബിയേഴ്സ് തിയറത്തിൽ നമ്മൾ എഴുതിയ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ഇന്റഗ്രൽ ആംബിയേഴ്സ് തിയറം എന്തായിരുന്നു? ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് ഡി എൽ ആണ് നമ്മൾ കറന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം ഈക്വൽ ടു μ0 ടൈംസ് ദ കറന്റ്. ഈ കറന്റ് സ്റ്റഡി കറന്റ് ആണ്. And that steady current is due to the flow of electrons because of a uniform or constant electric field. ഇങ്ങനെ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ സ്റ്റഡി കറന്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മളുടെ ഫാരഡേയുടെ എക്സ്പെരിമെന്റ് പറഞ്ഞത് എന്തായിരുന്നു? എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് d∅b/dt. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് ആണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത്, ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ചിന്റെ ടേം അവിടെ വന്നില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്താലാണ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ പരസ്പര കാരണങ്ങളാവണമെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന് ഒരു കറക്ഷൻ വരണം. ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ മാറ്റി എഴുതാം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF ഒക്കെ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇന്റഗ്രൽ E ഡോട്ട് dl ഇക്വൽ ടു മൈനസ് d∅/dt എന്ന് നമുക്ക് എഴുതി വെക്കാം. ദിസ് ഈസ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോസും ലെൻസസ് ലോ ഒക്കെ കൂടിയതാണ് ഇന്റഗ്രൽ E ഡോട്ട് dl മൈനസ് d∅/dt. ഇവിടെ എഴുതിയത് ആംബിയർ സർക്യൂട്ടൽ തിയറം. ഇവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ ഇവിടെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇവിടെ കോൺസ്റ്റന്റ് കറന്റ് ആണ്, അതായത് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡിനെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ആംപിയേഴ്സ് തിയറത്തിനെ മാക്സ്വെല് മോഡിഫൈ ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കറന്റ് ആണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കണം. അപ്പൊ ഒന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണെന്ന് മനസ്സിലാക്കി തന്നു. രണ്ടാമത്തെ കാര്യം, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ പറഞ്ഞ ആംബിയേഴ്സ് തിയറത്തിലെ ഇൻകൺസിസ്റ്റൻസി, അതിനുണ്ടായ ചെറിയ പിഴവ്, ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കറന്റിനെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ സ്റ്റഡി കറന്റിനെ, കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കറന്റിനെ മാത്രമേ അവിടെ റെപ്രസെന്റ് ചെയ്തുള്ളൂ. ആ തെറ്റിനെ മാറ്റാൻ വേണ്ടിയാണ് പുതിയൊരു കറന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കറന്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഇവിടെ പറഞ്ഞ കറന്റ് IR ആണ്, കണ്ടക്ഷൻ കറന്റ് ആണ്. ആംപിയർ പറഞ്ഞ കറന്റ് കണ്ടക്ഷൻ കറന്റ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറന്റ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ. ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറന്റിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഒരു കമ്പിയിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറന്റിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ കറന്റ്. നമ്മൾ നേരത്തെ എഴുതി ഇപ്പൊ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇറ്റ് ഈസ് ദ കറന്റ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ എ റീജിയൻ. ഇത് എവിടെ ഉണ്ടാവുക? അതിനൊരു എക്സ്പ്രഷൻ കണ്ടെത്തുക. അടുത്തത് അപ്പൊ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ചോദിക്കാം. നോക്കുക, കൺസിഡർ എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ദിസ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് വിത്ത് എൻ AC സോഴ്സ്. ഒരു AC ആയിട്ട് കണക്ട് ചെയ്തതായിട്ട് വിചാരിക്കുക. AC കണക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ ഉണ്ടാവുന്ന കറന്റ് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് കപ്പാസിറ്ററിൽ ഉണ്ടാവുന്ന ചാർജ് മാറിക്കൊണ്ടിരിക്കും, അതായത് ഇതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ഞാനൊരു DC ആണ് കൊടുക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? കപ്പാസിറ്ററിൽ ഉണ്ടാവുന്ന ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും. എപ്പോഴും ഇയാൾ പോസിറ്റീവായിട്ട് നിൽക്കും, ഇയാൾ എപ്പോഴും നെഗറ്റീവായിട്ട് നിൽക്കും അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചാർജ് സെയിം ആണ്. സോ ദർ ഈസ് എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം DC വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ ഇൻഫിനിറ്റ് റിയാക്ടൻസ് ആണ്. നമുക്കറിയാം 1/ωc. ഫ്രീക്വൻസി 0 ആണ്. ഇപ്പൊ 1/0 ഇൻഫിനിറ്റി. DC യെ കടത്തിവിടില്ല എന്നറിയാം. അപ്പൊ DC വരുന്ന സമയത്ത് ഇതിനുള്ളിൽ കൂടെ ഒരു കറന്റും ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അതാണ് DC യെ ബ്ലോക്ക് ചെയ്യുന്നത്. അതേസമയത്ത് AC വരുന്ന സമയത്ത് ഇത് കൂടെ കണ്ടക്ഷൻ കറന്റ് വരും. നമ്മൾ പറഞ്ഞ കണ്ടക്ഷൻ കറന്റ് ഇങ്ങനെ പാസ് ചെയ്യും. ഇത് തുടർച്ചയായിട്ട് അങ്ങോട്ടും കൂടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഓരോ സമയത്തും കറന്റ് മാറും. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ചാർജ് ചെയ്യുമ്പോൾ ചാർജും മാറും. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? അത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും. എന്താ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള വഴി? E is equal to sigma by epsilon 0. എല്ലാവർക്കും അറിയാം.
നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ എ കപ്പാസിറ്റർ, ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0, വേർ സിഗ്മ ഈസ്, ആരാണ് ഇതിലെ സിഗ്മ? സിഗ്മ ഈസ് ചാർജ് ഡെൻസിറ്റി, ചാർജ് ബൈ ഏരിയ, വേർ Q ഈസ് ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? E is equal to Q divided by A epsilon 0. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? എ സി ആണ് കൊടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ചാർജ് തുടർച്ചയായി മാറും, കാരണം കറന്റ് തുടർച്ചയായിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് ചാർജ് മാറും. ചാർജ് മാറിയാൽ ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് തുടർച്ചയായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന കറന്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒന്ന് തിരിച്ചെഴുതുന്നു. Therefore Q is equal to epsilon 0 A into E. ഇങ്ങനെ എഴുതി. രണ്ട് ഭാഗത്തൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കറന്റ് കിട്ടും. ആ കറന്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ID. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ID ഈക്വൽ ടു ഈ പറഞ്ഞ dQ by dt. ഇത് എന്തുകൊണ്ടാണ്? ചാർജ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒഴുകിയത് കൊണ്ടല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കൊണ്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ 0 മാറുന്നില്ല, എ മാറുന്നില്ല, ഏരിയ ഓഫ് പ്ലേറ്റ് മാറുന്നില്ല, ബാക്കി എന്ത് മാറുന്നു? ഇലക്ട്രിക് ഫീൽഡ് മാറുന്നു. എന്തുകൊണ്ടാണ്? എ സി ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. സോ ഡി ബൈ ഡി ടി രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തു. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എപ്സിലോൺ 0 എ മാറ്റിയില്ല. സോ ദിസ് dQ by dt, എപ്പോഴും dQ by dt കറന്റ് ആണ്. ഇവിടെ എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് കൊണ്ടല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കൊണ്ടാണ് ആ കറന്റ് ഉണ്ടായത്. ആ കറന്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. സോ ID ഡിസ്പ്ലേസ്മെന്റ് കറന്റ് is equal to epsilon 0 A dE by dt. ഇമ്പോർട്ടന്റ്. ഈ എനെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാം. എ ഉള്ളിലേക്ക് എടുത്താൽ ഇ ഇൻറ്റു എ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഫ്ലക്സ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫീൽഡിന് ഏരിയ കൊണ്ട് വരിക ഇലക്ട്രിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡിന് ഏരിയ കൊണ്ട് വരിക മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ്, ഒന്നുകൂടി നിങ്ങൾക്ക് എഴുതാം, ID is equal to epsilon 0 into d phi E by dt. ഇമ്പോർട്ടന്റ്. സോ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന കറന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. സോ ID is equal to epsilon 0 A dE by dt. ID is equal to അല്ലെങ്കിൽ epsilon 0 d phi E by dt. ഇത് എവിടെ ഉണ്ടാവുന്നു? when a capacitor is charged with a AC source, the current inside between the plates is due to the changing electric field. And that current is called displacement current. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കറന്റ് കണ്ടക്ഷൻ കറന്റ്, ഇവിടെ ഉണ്ടാവുന്ന കറന്റ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഈ രണ്ട് കറന്റും തുല്യം തന്നെയാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് കറന്റും കണ്ടക്ഷൻ കറന്റും തുല്യമാണ്. പുറത്ത് ഇവിടെ ID ഈക്വൽ ടു 0 ആണ്, അതേസമയത്ത് ഇവിടെ I ഈക്വൽ ടു 0 ആണ്. ഇവിടെ കണ്ടക്ഷൻ കറന്റ് 0 ആണ്, പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ട്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് 0 ആണ്, പക്ഷെ അവിടെ കണ്ടക്ഷൻ കറന്റ് ഉണ്ട്. രണ്ടെണ്ണം എപ്പോഴും സെയിം ആണ്. ടോട്ടൽ കറന്റ് അപ്പൊ ഏതാ വരിക? I പ്ലസ് ID ആണ്. പുറത്ത് ID ഇല്ല, അകത്ത് ID മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംപിയേഴ്സ് തിയറത്തിനെ മോഡിഫൈ ചെയ്തു. മോഡിഫൈഡ് ആംപിയർ തിയറം പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്? ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് കറന്റും കൂടി നമ്മളെ ടോട്ടൽ കറന്റിലേക്ക് കൊണ്ടുവന്നു. സോ ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് B ഡോട്ട് dl ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? μ0 ഇൻറ്റു I പ്ലസ് ID എന്നും കൂടി എഴുതുക. വേർ ID ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. സോ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് B ഡോട്ട് dl ഈക്വൽ ടു μ0 ഇൻറ്റു I പ്ലസ് ID യുടെ സ്ഥാനത്ത് ആരെ എഴുതാം? എപ്സിലോൺ 0 d phi E by dt. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ മോഡിഫൈഡ് ഫോമായി. അവിടെ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സും ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ക്വാണ്ടിറ്റി വന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ വിട്ടുപോയ ഒരു വാചകം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റി. എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്, എ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. തിരിച്ച് ഫാരഡേ പറഞ്ഞ പോലെ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ രണ്ടെണ്ണം കണക്റ്റഡ് ആയി. അങ്ങനെയാണ് ആംപിയേഴ്സ് തിയറത്തിനെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്? ദ കറന്റ് ഇൻ എ റീജിയൻ ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. Give an example. And the example, inside a capacitor, between the plates of a capacitor, when charged with an AC source, the current is due to the changing electric flux, which is called displacement current. Give its expression. The expression ഈ വഴിയിലൂടെ കണ്ടെത്തിയത് ഓർമ്മിക്കുക. ഇനി how he modified, Maxwell modified Ampere's circuital theorem by introducing displacement current. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വെച്ചാൽ ഒന്നുകൂടി ഞാൻ വാചകം പറയുന്നു. എന്താണ് പറയുന്നത്? A changing electric field can produce a magnetic field. A changing magnetic field can produce an electric field.
So this time varying electric and magnetic fields are reasons for each other. അവർ രണ്ടാക്കാരും പരസ്പര കാരണങ്ങളായി മാറും. അങ്ങനെ a disturbance is propagating in space. This disturbance propagation is called electromagnetic wave. അങ്ങനെ മാക്സ്വെൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 4 ഇക്വേഷൻസ് ആയിട്ട് എഴുതി. 4 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിക്കുക. മാക്സ്വെൽസ് ഇക്വേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം. എന്തായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം? ഇന്റഗ്രൽ ഈ ക്ലോസ്ഡ് സർഫസിൽ ഇ ഡോട്ട് ഡി എസ്, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ. അതായത് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. 2, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ക്ലോസ്ഡ് സർഫസിലെ ബി ഡോട്ട് ഡി എസ്, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 0. 3, ഇപ്പൊ നമ്മൾ പഠിച്ച മോഡിഫൈഡ് ആംപിയേഴ്സ് തിയറം, ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് ഡി എൽ ഈക്വൽ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഫാരഡേയുടെ ലോ എഴുതാം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി. ഈ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡേയുടെ ലോ. ആൻഡ് 4ാമത്തെ കാര്യം ആംപിയേഴ്സ് സർക്യൂട്ട് തിയറം മോഡിഫൈ ചെയ്തു. ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I പ്ലസ് മ്യൂ 0 എന്താ നമ്മൾ എഴുതിയത്? അടുത്ത ഐ ഡി ആണ് വരിക. ഐ ഡിയുടെ സ്ഥാനത്ത് എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. അപ്പൊ ഈ 4 ഇക്വേഷൻസ് ആണ് ഏതാണ്? മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ പറയും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒബേ ചെയ്യുന്ന 4 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് 1/ε0 ക്യൂ. ഏതാണ്? ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് 0. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഫാരഡേസ് ലോ. And integral b dot dl is equal to mu 0 I plus mu 0 epsilon 0 d phi e by dt, that is a modified Ampere circular theorem. These are called 4 Maxwell's equations of electromagnetic waves. ഓർമ്മയിൽ വെക്കുക. അപ്പൊ നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ഓർമ്മയിൽ തന്നെ വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊപ്പഗേഷൻ ഉണ്ടാവുക, വൈബ്രേഷന്. ഇവിടെ ആരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ അല്ല, പകരം ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വൈബ്രേഷൻ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതായത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നതെങ്കിൽ സെറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോവുക. എന്താ ഞാൻ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിൽ വാരി ചെയ്യുന്നു. അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ്സ് വാല്യൂ ഈസ് ഇ വൈ, തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് ഡയറക്ഷനിൽ, അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നു. അറ്റ് എനി ഇൻസ്റ്റന്റ് ഇറ്റ്സ് വാല്യൂ ഈസ് ബി സെഡ്, സെറ്റ് ഡയറക്ഷനിൽ കാണിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതുകൊണ്ട് അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഓർമ്മിക്കുക, ഇറ്റ് റിക്വയർസ് നോ മെക്കാനിക്കൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അതിന്റെ വെലോസിറ്റി, അപ്പോ രണ്ടാമത്തെ പ്രോപ്പർട്ടി, നോ മീഡിയം റിക്വയർഡ്. മൂന്നാമത്തെ കാര്യം, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് ഈസ് മാക്സിമം. എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ വാക്വത്തിലെ വെലോസിറ്റിയാണ് മാക്സിമം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ. അതിനെ സി എന്ന് എഴുതിയാൽ സി ഇസ് ഈക്വൽ ടു, ഫോർമുല ഓർമ്മിക്കുക, 1/√of mu 0 epsilon 0, where mu 0 is permeability of free space, value അറിയാം 4 pi into 10⁻⁷ Henry per meter. Epsilon 0 is permittivity of free space, value അറിയാം 8.85 into 10⁻12 SI സിസ്റ്റത്തില്. അപ്പോ ഇതാണ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ രണ്ടെണ്ണത്തിന് വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നാലാമത്തെ പോയിന്റ്, ഇൻ എനി മീഡിയം. അപ്പൊ നിങ്ങൾക്ക് എഴുതാം v is equal to 1/√. എവിടെയൊക്കെ ഉണ്ടോ mu 0 ഉണ്ടോ അവിടെ ഒരു mu r ഇട്ടേക്കുക, എവിടെയൊക്കെ എപ്സിലോൺ 0 ഉണ്ടോ അവിടെ ഒരു എപ്സിലോൺ r ഇട്ടേക്കുക. ഇതിൽ റൂട്ട് mu 0 എപ്സിലോൺ 1/√mu 0 എപ്സിലോൺ 0 നമുക്ക് c എന്ന് എഴുതിയാൽ c / √of mu r epsilon r. This is
velocity of an electromagnetic wave in any medium of relative permeability mu r and relative permittivity epsilon r. നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞു ഈ വൈയും ബി സെറ്റും കാണിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോവും. അപ്പൊ പ്രധാനപ്പെട്ട സാധനം എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷനെ കാണിക്കുക? സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ, കഴിഞ്ഞ വർഷം പഠിച്ച വേവ്സിലെ ഇക്വേഷൻ ഓർമ്മിക്കുക. സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ. ഒരു ആംപ്ലിറ്റ്യൂഡ് വേണം. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷനെ കാണിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് E0 എന്ന് എഴുതാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. വൈ ഡയറക്ഷനിലാണ് മാറുന്നത്, വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ വേണം. ഒമേഗ ടി കെ സെറ്റ് എഴുതാം, അല്ലെങ്കിൽ കെ സെറ്റ് ഒമേഗ ടി എഴുതാം. ഞാൻ തൽക്കാലം ഒമേഗ ടി. പോസിറ്റീവ് എക്സ് ഡയറക്ഷനെ കാണിക്കുന്നത് മൈനസ് കെ എക്സ്. ഇപ്പൊ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതില് ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ബി സെഡ് ഈക്വൽ ടു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് B0, സൈൻ അല്ലെങ്കിൽ കൊസൈൻ എടുക്കുക, ഒമേഗ ടി മൈനസ് കെ എക്സ്, വേർ ഒമേഗ ഈസ് ഈക്വൽ ടു 2π by period equal to 2π into frequency, where frequency nu is frequency of the electromagnetic wave. ഇനി K is propagation factor അല്ലെങ്കിൽ wave factor എന്നൊക്കെ നമ്മൾ പറയുന്ന propagation phase constant എന്നൊക്കെ പറയും. That is 2π by lambda. Okay. Therefore, lambda is equal to 2π by K. Nu is equal to omega divided by 2π. Then velocity of electromagnetic wave in free space is equal to C is equal to nu lambda is equal to nu ന്റെ സ്ഥാനത്ത് 2π by K കൊടുക്കാം. 2π omega divided by 2π കൊടുക്കാം. Into lambda യുടെ സ്ഥാനത്ത് 2π by K യും കൊടുക്കാം. So 2π വെട്ടിപ്പോവും. So C is equal to omega divided by K. ഓർമ്മയിൽ വെക്കുക. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്. E0 സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇതിന്റെ അർത്ഥം വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നു, സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നു. E0 മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, B0 മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. K is പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ഒമേഗ is ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി പോസിറ്റീവ് ഡയറക്ഷൻ വേറെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ ഇവിടെ പ്ലസ് വരും. ഇനി എക്സിന് പകരം വൈ ആണെങ്കിൽ വൈ ഡയറക്ഷനിൽ പോകുന്നതായിട്ട് കാണിക്കും. അപ്പൊ ഇവിടെ മാറും. ഇവിടെ സെഡ് ആണെങ്കിൽ സെഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇവിടെ കാണും. അപ്പോ ഇവിടെ കാണിക്കുന്ന അക്ഷരമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷനെ കാണിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം സിമ്പിൾ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിൽ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ വേണം. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം. അതില് അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പറയുന്നു, ആറാമത്തെ പ്രോപ്പർട്ടി, E0 by B0 equal to EY by BZ is equal to C. ഫ്രീ സ്പേസിലാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ഇൻസ്റ്റന്റ്, അത് ആംപ്ലിറ്റ്യൂഡ് ആയാലും വേണ്ടില്ല, ഏത് ഇൻസ്റ്റന്റിലായാലും വേണ്ടില്ല, ദാറ്റ്സ് ഈക്വൽ ടു വെലോസിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ.